ഇതുപോലൊരു നായകനുണ്ടോ? ഉണ്ടാകാൻ ഒരു തരമില്ല. സത്യം, മലയാള സിനിമയിൽ മോഹൻലാലോളം പോകുന്ന ഒരു നായക നടനുണ്ടാകാൻ ഇനി സാധ്യതയുമില്ല. നേരത്തെ വേണമെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ബോക്സ് ഓഫീസുകളുടെ രാജകുമാരൻ മോഹൻലാൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും അത് തെറ്റു പറയാൻ കഴിയില്ല. വാദത്തിന് വേണ്ടി പലരും പലതും പറയുമെങ്കിലും ബോക്സ് ഓഫീസിന്റെ രാജകുമാരൻ മലയാളത്തിൽ മോഹൻലാൽ തന്നെയാണ്. ഇതാ അദ്ദേഹത്തിന്റെ തുടരുമെന്ന സിനിമ കൂടി ഈ മാസത്തിനിടെ, അതായത് ഒരു മാസത്തിനിടെ 2 സിനിമകൾ 100 കോടി. മാർച്ച് 27-ാം തീയതി പുറത്തിറങ്ങിയ എമ്പുരാൻ 100 കോടി രൂപയടിച്ചു. ഇതാ തുടരും, വലിയ പ്രമോഷൻ ഇല്ലാതെ ഇറങ്ങിയ തുടരും സിനിമ വരെ 100 കോടി അടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് മോഹൻലാലിന്റെ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ ആളുകളുടെ ബഹളമായിരിക്കും എന്ന് തീർച്ചയായും ഉറപ്പാണ്. അതായത് പഴയ നമ്മുടെ വയസ്സായ അമ്മൂമ്മമാർ മുതൽ കുട്ടികൾ വരെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടനാണ് തുടരും സിനിമയിൽ എന്നാണ് പ്രേക്ഷകർ അഭിപ്രായം. വിമർശകരുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വായടപ്പിച്ചുകൊണ്ട് മോഹൻലാലിന്റെ തേരോട്ടം ബോക്സ് ഓഫീസുകളിൽ നടത്തുന്നു എന്ന് വേണം പറയാൻ. ഹായ് ഫ്രണ്ട്സ്, മലയാളം മൂവി ന്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ പുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ലാലേട്ടന്റെ വാർത്തയിലേക്ക് കടക്കാം. യഥാർത്ഥത്തിൽ ഒരു മലയാള സിനിമ ഹിറ്റടിക്കാൻ ആരായാലും മതി, പക്ഷേ സൂപ്പർ മെഗാ ബമ്പർ ഹിറ്റടിക്കാൻ ലാലേട്ടൻ തന്നെ വേണ്ടിവരും എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആദ്യം മലയാള സിനിമയുടെ തുടക്കത്തിലെ 50 കോടി ചിത്രമായ ദൃശ്യം കൊണ്ടെടുത്തു വന്ന മോഹൻലാൽ, ഒരു സാധാരണക്കാരനായ മോഹൻലാൽ ബോക്സ് ഓഫീസുകളിൽ അത്രയും നാൾ മലയാള സിനിമയ്ക്കുണ്ടായ പല മാനങ്ങളെയും ഉടച്ചു വാർക്കുകയാണ് ചെയ്തത്. പല പ്രൊഡ്യൂസേഴ്സിനും പൈസ മുടക്കാനുള്ള ധൈര്യം തന്നെ വന്നത് ആ ചിത്രം കണ്ടിട്ടാണെന്ന് പറയും. പിന്നെ ഒരു അപ്രതീക്ഷിതമായ ഒരു സൂപ്പർ ഹിറ്റ്, പല ട്രോളുകളിലും സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ പല ട്രോളുകളും മുഴങ്ങിയിരുന്ന ഒരു ചിത്രമായിരുന്നു പുലിമുരുകൻ. മോഹൻലാലിനെ അറഞ്ച പുറഞ്ച ട്രോളുകയാണ് ഉണ്ടായത്. എന്നാൽ പുലിമുരുകൻ മലയാള സിനിമയിലെ ഒരു ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പുകളാണെന്ന് അന്നേരം വിമർശകർ അറിഞ്ഞിരുന്നില്ല. സിനിമ ഇറങ്ങി കുട്ടികളും മുതിർന്നവരടക്കം തിയേറ്ററുകളിൽ കയറി മേയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മോഹൻലാലിൻ്റെ ഈ പ്രായത്തിലെയും ഒരു ആക്ഷൻ എല്ലാവരിലും പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ടായി. പിന്നീട് ലൂസിഫർ കൊണ്ടൊരു തേരോട്ടമായിരുന്നു മലയാള സിനിമയിലെ ആദ്യ 200 കോടി ചിത്രം. ഒന്നും പറയണ്ട, സ്റ്റീഫൻ നെടുമ്പുള്ളിയായി മോഹൻലാൽ അഴിഞ്ഞാടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലാലേട്ടനെ കൊണ്ടേ ഇത് സാധിക്കൂ, മറ്റാർക്കുമില്ലാത്ത. പിന്നീട് വന്ന പല ചിത്രങ്ങളും ഹിറ്റടിച്ചു എന്ന് പറയുമ്പോഴും ലാലേട്ടൻ്റെ പോലെ ഒരു ബോക്സ് ഓഫീസ് ഇളക്കി മറിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് സത്യം. പിന്നീട് വന്ന എമ്പുരാന് സമ്മിശ്ര പ്രതികരണമായിരുന്നു. ആ പ്രതികരണമൊക്കെ വെച്ച് മലയാളത്തിൽ ആദ്യ 300 കോടി ക്ലബിലും എമ്പുരാൻ ഇടം നേടുകയുണ്ടായി. മോഹൻലാലിന് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ എത്ര വിമർശിച്ചാലും ഓർക്കുക, അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ഒരു ചെറിയ പോസിറ്റീവ് റെസ്പോൺസ് മാത്രം മതി തിയേറ്ററുകൾ നിറഞ്ഞു കവിയാൻ. മമ്മൂക്ക മികച്ച നടനാണ്. ബോക്സ് ഓഫീസുകൾ തകർത്തെറിഞ്ഞ പലതും അദ്ദേഹം പല സിനിമകളും ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മോഹൻലാലും പോലോളം പോകുന്ന ഒരു ആരാധക വൃന്ദമില്ലെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹം ഒരു ലെജൻഡറി, മലയാളത്തിലെ ഏറ്റവും മികച്ച ആക്ടർ തന്നെയാണ്. ഏറ്റവും മികച്ച സ്റ്റൈലിഷ് മമ്മൂട്ടിയോളം പോകുന്നത് ആരുമില്ല എന്ന് വേണം പറയാൻ. പക്ഷേ മോഹൻലാലിനുള്ള ഒരു ആരാധക വൃന്ദം സ്ഥാപിക്കുവാൻ മമ്മൂട്ടിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ആയിരിക്കും ഉത്തരം. തീർച്ചയായും ഇപ്പോഴിതാ സാധാരണക്കാരനായ വിൻറ്റേജ് ലാലേട്ടൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു തുടരുമെന്ന സിനിമയിലൂടെ. നിങ്ങൾ സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം, തിയേറ്ററുകളിൽ ഒന്നും പറയേണ്ട, ഒരു ഏജ്ഡ് ആയ ആൾക്കാരുടെ തുടങ്ങി കുട്ടികളുടെ വരെയും താളമേളമാണ്. പണ്ടത്തെ മോഹൻലാൽ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ആ മോഹൻലാലിൻ്റെ ആ ഒരു സങ്കട സീൻ, അതേപോലെ തന്നെ ഒരു കോമഡി സീൻ, കുടുംബ ബന്ധങ്ങളുടെ ആ സീൻ, വളരെ മികച്ച ഒരു സിനിമയാണ് തുടരും. എല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. അതുവരെ 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കും. ഇതോടുകൂടി ലാലേട്ടൻ തെളിയിച്ചിരിക്കുകയാണ് മലയാളം ബോക്സ് ഓഫീസുകളുടെ ഒരേ ഒരു രാജാവ് താൻ മാത്രമുള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാനൊരു മുന്നൊരുക്കം കൂടി ചെയ്തതല്ല. മോഹൻലാലിൻ്റെ, അതായത് മലയാള സിനിമ ഇൻഡസ്ട്രി കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് കുറച്ച് വാക്കുകൾ പറയണമെന്ന് തോന്നി. അതിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നോട് നിങ്ങൾ സദയം ക്ഷമിക്കുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഒന്നുകൂടി പറയുന്നു, നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം.